ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത്രേ ഈ നാടിന്റെ പേര് ഭാരതം എന്നാക്കിയത്. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങ് കന്യാകുമാരി മുതൽ അങ്ങ് ഭാരതത്തിന്റെ അറ്റം കാശ്മീരല്ല, അങ്ങ് പോണം, അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞു പോണം. അന്നത്തെ ഭാരതം അതായിരുന്നു. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ്, ഇന്നത്തെ നേപ്പാൾ, ഇന്നത്തെ ഭൂട്ടാൻ, ഇന്നത്തെ ശ്രീലങ്ക, ഇന്നത്തെ മാലി, ഇതൊക്കെ ഏതിന്റെ ഭാഗമായിരുന്നു? അത്ര വിശാലമായ ഒരു രാജ്യമായിരുന്നു ഭാരതം. അപ്പൊ അങ്ങനെയുള്ള ഭാരതത്തിന്റെ പേര് ഭരതന്റെ കാലം മുതൽ എന്തായി? അതുവരെ ഈ രാജ്യത്തിന്റെ പേര് അജനാഭം എന്നായിരുന്നു പൊതുവെ വിളിച്ചത്. ഇങ്ങനെ ഭാരതം എന്ന പേര്. ഈ ഋഷഭദേവന്റെ മക്കള് ഭരതൻ, അദ്ദേഹത്തിന് വേറെയും മക്കളുണ്ടായിരുന്നു, 100ഓളം മക്കളുണ്ടായിരുന്നു. മക്കൾ ഇത്തിരി എക്സാഗ്രേഷൻ ആയിരിക്കാം, എന്തായാലും ധാരാളം മക്കളുണ്ടായിരുന്നു. ഈ മക്കളെയൊക്കെ ശ്രേഷ്ഠന്മാരാക്കുന്നതിൽ അച്ഛൻ വലിയൊരു പങ്ക് വഹിച്ചു. അപ്പൊ ദിവസവും അച്ഛൻ മക്കൾക്ക് ജീവിതത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കും, സത്സംഗമെടുക്കും. ആ സത്സംഗത്തിലൂടെ കുട്ടികൾക്ക് എന്താണ് ജീവിതം, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വ്യക്തമായ ദിശാബോധം ഉണ്ടായി. ഇന്ന് നമ്മൾ കൊടുക്കാത്ത ഒരു കാര്യമാണ് ഋഷഭദേവൻ മക്കൾക്ക് കൊടുത്തത്. അത് ഗംഭീരമായി വർണ്ണിക്കുന്ന ഭാഗമാണ് പഞ്ചമസ്കന്ധത്തിലെ പഞ്ചമോധ്യായം. ഇതിനെ ഇന്നത്തെ ഭാഷയിൽ പാരന്റിങ് എന്ന് പറയും. അതായത് ഒരു അച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന ജീവിത ദർശനമാണ് പഞ്ചമസ്കന്ധത്തിലെ പഞ്ചമോധ്യായത്തിലെ അവിടുത്തെ വർണ്ണനകൾ. അതൊന്ന് എല്ലാവരും എടുക്കണം. അതൊരു വേണ്ട കാര്യമാണ്. മക്കൾക്ക് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത നമുക്ക് ഉൾക്കാഴ്ച തരാൻ ഈ പഞ്ചമസ്കന്ധത്തിലെ പഞ്ചമോധ്യായത്തിന് സാധിക്കും. എല്ലാവരും പഞ്ചമസ്കന്ധത്തിലെ പഞ്ചമധ്യായം 5-ാം അധ്യായം എടുക്കുക. ഇത് ഋഷഭദേവൻ മക്കൾക്ക് ഉപദേശിക്കുന്നതാണ്. ആരാർക്ക് ഉപദേശിക്കുന്നതാണ്? അച്ഛനായ ഋഷഭദേവൻ മക്കൾക്ക് ഉപദേശിക്കുക. അപ്പൊ മക്കൾക്ക് ഉപദേശിക്കുന്ന ഉപദേശത്തെ പൊതുവെ നമ്മൾ എന്താ പറയാ? പിതൃപദേശം എന്ന് പറയും. എന്താ പറയാ? അങ്ങനെയല്ലേ? പക്ഷെ ഇതൊരു ഉപദേശമല്ല, ഇത് അവർക്കുള്ള ഒരു കാഴ്ചപ്പാടാണ്, ഇതൊരു നിർദ്ദേശമാണ്. നിർദ്ദേശം എന്നതിനേക്കാളും പറയാൻ നല്ലത് ഇത് അവർക്ക് കൊടുക്കുന്ന ഒരു ജീവിത ദർശനമാണ്. എന്താണ്? ഒരു വിഷൻ ഓഫ് ലൈഫ് എന്ന് പറയും. ജീവിത ദർശനം അച്ഛൻ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അതിഗംഭീരാണ്. ശ്ലോകങ്ങൾ നോക്കാം നമുക്ക്. നായം തേഹോ ദേഹപാജം നൃലോകേ കഷ്ടാൻ കാമാനർക്കദേ വിഡ്ഭുജം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേ തസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം മഹൽ സേവാദ്വാരമാഹുർവിമുക്തേ തമോദ്വാരം യോഷിതം സംഘം മഹാന്തസ്തേ സമജിത്താ പ്രശാന്ത വിമന്യവസുഗത സാധവോയീം ഏവാമൈഷേ കൃത സൗഹൃദാർത്താം ജനേഷു ദേഹം വരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാദിമൽസോ ന പ്രീതിയുക്തായാവതസ്ഥാശ്ചലോകേ നൂനം പ്രമർത്ത കുരുതേ വികർമ്മ യതിന്ദ്രിയ പ്രീതയാ പ്രണോതി ന സാധുമന്യേയത ആത്മനോയം അസന്നവിക്ലേശത ആസദേഹ പരാഭവത്താവതവബോധജാതു യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത്ക്രിയാ താവതിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധ. വളരെ മനോഹരാണ്. ഇത് മുഴുവൻ വായിക്കാൻ സമയമില്ല. ഞാനൊരു അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിട്ട് എത്രയും വായിച്ചത്. ആ കേൾക്കുമ്പോൾ തന്നെ ഒരു രുചിയുണ്ട് അതിന്, ഇല്ലേ? അതിന് രുചിയുള്ളൊരു ഒരു ഭാഷാ രുചിയുണ്ട് അതിന്. ആദ്യം തന്നെ കുട്ടികളോട് പറയാണ്, നായം ദേഹോ ദേഹപാജം ത്രിലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജം യേ. ഇത് സംസ്കൃതം ആയതുകൊണ്ട് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. വിഡ്ഭുജങ്ങളെപ്പോലെ, വിഡ്ഭുജം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെപ്പോലെ, ജന്തുക്കളെപ്പോലെ
കുട്ടികളെ ആരെപ്പോലെ ജന്തുക്കളെ പോലെ ജീവിതം ജീവിച്ചു തീർക്കാനല്ല. നായം ദേഹോ, ഈ ദേഹം നമുക്ക് തന്നിരിക്കുന്നത്, ഈ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് പട്ടിയെയും പൂച്ചയെയും പോലെ ജീവിച്ചു തീർക്കാനല്ല. അപ്പം മനസ്സിലാക്കണം എന്താ ഈ പട്ടി പൂച്ച എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ രീതി പറയാ, പട്ടിയായാലും പൂച്ചയായാലും ഏത് മൃഗങ്ങളായാലും അതിന് വിശപ്പുണ്ട്, അത് ഭക്ഷണം കഴിക്കും, അല്ലേ? അതിനും വളരുമ്പോ കാമം വരും, അതിനും ഉണ്ടാവും ഒരു സെക്ഷൽ ഏർജ്, അതിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് പ്രവർത്തിക്കും. നേച്ചർ അതിനെ കുഞ്ഞുങ്ങളുണ്ടാക്കാൻ പ്രേരിപ്പിക്കും. അപ്പൊ അത് ഇണചേരും, അതിന്റെ കുട്ടികളുണ്ടാവും. അതല്ലേ പട്ടികളെ കൂടെ കൊണ്ടുവിടണം എന്ന് പറഞ്ഞത്. കണ്ടമാനം കുട്ടികളും പട്ടികളൊക്കെ വന്നപ്പോൾ അത് പ്രസവിക്കാതെ അതിന്റെ കുട്ടിയെ വളർത്തും, ഇല്ലേ? അതിനും അതിന്റെ കുട്ടികളോടൊരു സ്നേഹമുണ്ട്. കുറെ കഴിഞ്ഞാൽ കുട്ടികൾ അതിന്റെ വാട്ടി പോവും. കുറെ കഴിഞ്ഞാൽ ഇത് പ്രായമായി തോലും രോമൊക്കെ പോയി ഒരു ദിവസം ചാവും. പശുക്കളുടെ കാര്യത്തിൽ അതുണ്ടാവില്ല, അത് നേരെ അത് അറവുശാലയിലേക്ക് പോകും. മനസ്സിലായില്ലേ? അങ്ങനെയല്ലേ അതിന്റെ ജീവിതം? ആണോ അല്ലയോ? ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ അതുപോലെ ജീവിക്കാൻ വന്നതാണോ? ആണോ? അപ്പൊ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നോക്കൂ, നിങ്ങൾ ഈ വാക്കുകളൊക്കെ പറയുമ്പോണ്ടല്ലോ, തീർത്തും എന്തോ നിങ്ങൾ പറയുന്നുണ്ട്, കറക്റ്റാണ്, പക്ഷേ പൂർണ്ണതയില്ലാത്ത വാക്കുകളാണ്. എന്താണ് ഈ വിവേകബുദ്ധി? മൃഗങ്ങൾക്ക് വിവേകബുദ്ധി ഇല്ലേ? ഇന്നിപ്പം മൃഗങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയോ, ലഹരി വസ്തുക്കൾ കണ്ടുപിടിക്കുന്നത് പോലീസ് നായ ഉപയോഗിച്ചിട്ടാണ്. ആണോ? ഞാനങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണേ ഞാനൊരിക്കൽ വിദേശത്തേക്ക് പോവാണ്. എന്റെ കഷ്ടകാലത്തിന് എന്റെ ബാഗ് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന സ്ത്രീയുടെ ബാഗിന്റെ കൊടുപ്പി. ഈ സ്ത്രീയുടെ ബാഗിലാണെങ്കിൽ എന്തോ സാധനങ്ങൾ, ഈ മത്സ്യം ഉണക്കിയതോ എന്തൊക്കെയോ, അവര് പുറത്തേക്ക്, മക്കൾ അവിടെ ഉണ്ടായിരിക്കണം, ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അവിടെയാണെങ്കിൽ ഫുഡ് പ്രൊഡക്റ്റ് തൊടാൻ പാടില്ല അങ്ങോട്ട്. ഈ സ്ത്രീയുടെ ബാഗിന്റെ കൂടെ എന്റെ ബാഗും. പിന്നെ അവർക്ക് മനസ്സിലായി ഞാനതല്ല, അവരുടെ കൂടെയുള്ള ആളല്ല എന്നൊക്കെ. പക്ഷെ എന്റെ 1 മണിക്കൂർ സമയം അവർ കളഞ്ഞു തന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ അതിലുണ്ട് എന്നുള്ളത് ആരാ മണക്കുന്നത്? പട്ടിയെ കൊണ്ട് മണപ്പിക്കുക അവര്. അപ്പൊ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ പട്ടിക്ക് വിവേകല്ലേ? പറയൂ, കള്ളനെ പിടിക്കാൻ പട്ടി ഉപയോഗിക്കില്ലേ? ഉണ്ടോ? ഇപ്പോഴത്തെ ഈ തീവ്രവാദികളെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പട്ടികളെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ തരത്തിൽ ടെക്നോളജിയൊക്കെ അവർക്കും കുറെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കും വിവേകമുണ്ട്. എന്നാൽ ഒരുപക്ഷെ നമ്മളെക്കാളും ഈ വിവേകം അവർക്കായിരിക്കും. ചിലപ്പം പ്രസവിച്ച സ്ത്രീ, കൊച്ചുകുട്ടി, ചില സമയത്ത് കൊച്ചുകുട്ടികളെയൊക്കെ കുളിപ്പിച്ച് വാർഡ് കടത്തും. ഹോസ്പിറ്റലില് എല്ലാ കുട്ടികളുടെയും കൂടെ കടത്തും. ഉണ്ടോ? കിടത്തില്ലേ? അതിനെന്ത് ചെയ്യും അവര്? ടാഗ് ഇടും. എന്നാൽ ഒരു 10-20 പശു പ്രസവിച്ചു കഴിഞ്ഞാലും സ്വന്തം കുട്ടിയെ കണ്ടുപിടിക്കാൻ ഒരു ടാഗും വേണ്ട പശുവിന്. ഈ ജനിച്ച കുട്ടിക്ക് എങ്ങാനും മനുഷ്യക്കുട്ടിക്ക് ടാഗ് ഇട്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? സത്യം പറയണേ, പ്രസവിച്ച അമ്മയ്ക്ക് പോലും സ്വന്തം കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടോ? നിങ്ങൾ വലിയ വിവേകബുദ്ധിയൊക്കെ പറഞ്ഞല്ലോ. പ്രസവിച്ച അമ്മയ്ക്ക് സ്വന്തം കുട്ടിയെ കണ്ടുപിടിക്കാൻ, പല കുട്ടികളുടെ ഇടയിൽ കിടക്കുന്ന ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിവുണ്ടോ? എന്നിട്ട് എന്ത് വിവേകാണ് നിങ്ങൾ പറഞ്ഞത്? എന്നാൽ പശുവിനാണോ ഈ വിവേകം കൂടുതൽ? മനുഷ്യനാണോ? നേരത്തെ നിങ്ങൾ എന്താ പറഞ്ഞത്? മൃഗത്തിനേക്കാളും കൂടുതൽ നിങ്ങളെ ശീർഷാസനത്തിൽ നിർത്തണം. കാരണം മനുഷ്യനേക്കാളും ഇക്കാര്യത്തിൽ ബുദ്ധി. ഇനിയിപ്പം മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന വേറൊരു സാധനം, അതിലും ബുദ്ധിയുള്ളതാ വരാൻ പോണത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഇനിയോ സ്കൂളിൽ ടീച്ചർമാരുടെ ആവശ്യമില്ലാത്ത കാലഘട്ടത്തിലേക്കാണ് പോണത്.
സർജറി ചെയ്യാൻ ഡോക്ടറുടെ ആവശ്യമില്ലാത്ത കാലത്തിലേക്കാണ് പോണത്. ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഹോസ്പിറ്റലിലെ ഡോക്ടറുടെയും ആവശ്യമില്ല. കാരണം ഇത് ഒരു ഡോക്ടറെക്കാളും രോഗം ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്ന അത്ര റോബോട്ട്സുകളെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ബ്ലഡിനെ അപ്പോഴേക്കും കൾച്ചർ ചെയ്യാൻ സാധിക്കുന്ന, ഒരു നിമിഷം കൊണ്ട് റിസൾട്ട് എടുത്ത് എന്താണ് രോഗം എന്ന് അടിച്ച് പ്രിന്റ് ചെയ്ത് ഇങ്ങോട്ട് തരികയാണ്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും നിങ്ങളെ സ്കാൻ ചെയ്തിട്ടുണ്ടാവും അത്. ഇനി എന്താ വേണ്ടത്? ഏതെങ്കിലും ഡോക്ടർക്ക് എത്താൻ പറ്റും ഇതിലേക്ക്? അപ്പൊ ആ തരം ടെക്നോളജിയിലേക്ക് മനുഷ്യൻ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ ജീവിതം പിന്നെ എന്തിനാണ് ഈ ഭൂമിയിൽ? അത് കണ്ടുപിടിക്കണ്ടേ ഉത്തരം. എന്തിനാണ് മനുഷ്യ ജീവിതം? എന്തിനാണ്? ഈ ഒരൊറ്റ വാക്ക് അടിവരട്ടിക്കണം. തപോദിവ്യം പുത്രക ഏന ബ്രഹ്മസൗഖ്യം അനന്തം. മനുഷ്യ ജീവിതം എന്തിനാണ്? മനുഷ്യ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് ഒരു വശത്ത് ഭൗതികത വേണ്ടേ? അവനവന് ഭൗതികമായ നിലനിൽപ്പ് വേണം. പക്ഷെ അത് മാത്രം പോരാ. മനുഷ്യൻ എന്ത് വേണം? ആത്മീയമായ അവബോധമുണർത്തണം. അപ്പൊ മനുഷ്യനിൽ ശ്രദ്ധിക്കണം, 5 ബോധാവസ്ഥകളുണ്ട്. എത്ര? ഉറക്കെ പറയൂ. ഏതൊക്കെയാണ് 5 ബോധാവസ്ഥകള്? 5 ബോധാവസ്ഥകൾ ഏതാണ്? രാവിലെ പറഞ്ഞില്ലേ നമ്മള്? റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ വാസ്തവത്തില്. ഏതൊക്കെയാണ്? സാധാരണ ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഈ വാക്കുകളൊക്കെ കോമൺലി യൂസ്ഡ് ആണ്. ആണോ അല്ലയോ? അപ്പൊ അത് പറയാൻ എന്താ ബുദ്ധിമുട്ട്? അതിനെ പറയാ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഇത് കോമൺ ആണ്. എന്നാൽ മനുഷ്യരിൽ ഏതുണ്ട്? അവബോധ മനസ്സും അവബോധ മനസ്സല്ല, അവബോധവും പൂർണ്ണബോധവും. അപ്പൊ മനുഷ്യൻ എന്തിനാ ഭൂമിയിൽ വന്നത്? അനുഷ്ഠാനത്തിലൂടെ, തപസ്സിലൂടെ, അനുഷ്ഠാനത്തിലൂടെ അവബോധത്തിലേക്കും തുടർന്ന് പൂർണ്ണബോധത്തിലേക്കും. അതാണ് തപോദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേതസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. എന്താ നോക്കൂ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ജീവിതത്തിന്റെ ഈ സാധ്യതകൾ നിങ്ങൾ കളയരുത് കുട്ടികളെ. ഒരു വശത്ത് നിങ്ങളുടെ ഭൗതിക ജീവിതം നയിക്കുമ്പോഴും വേറൊരു വശത്ത് കൃത്യമായ അനുഷ്ഠാനത്തിലൂടെ നിങ്ങളിലെ അവബോധം ഉണർത്തണം. നിങ്ങൾ ഉണർത്തണ്ട. ഉള്ളതൊന്നും നിങ്ങൾ ഉണർത്തണ്ട. ഉള്ളതെല്ലാം ഉണരും. ഒരു മുട്ടിനെ വിടർത്തണ്ട. മുട്ടങ്ങോട്ട് അവർക്ക് പറയൂ വിടരും. ഇതുപോലെ അവബോധം ഉണർത്തണ്ട. അവബോധം ഉണരും. അതിനെന്ത് ചെയ്യണം? അതിനെ ഉണർത്താനായൊരു അനുഷ്ഠാനം കൊണ്ട് നടക്കണം. അതാണ് തപോദിവ്യം. അനുഷ്ഠാനം കൊണ്ട് നടക്കൂ. എന്താ അനുഷ്ഠാനം? കൃത്യനിഷ്ഠമായി കാര്യങ്ങള്, ഒരു കൃത്യത വേണം. എണീക്കുന്നതിലും ഉറങ്ങുന്നതിലും. ജപം, സത്സംഗം, ഇത് മറക്കരുത്. എന്താണ്? ജപവും നല്ലത് വർത്തമാനം പറയാം. മറ്റൊരാളെ മാനസികമായി ഉണർത്താനും ഉയർത്താനും പറ്റുന്ന വാക്കുകൾ പറഞ്ഞു ശീലിക്കുക. അതൊക്കെ മനസ്സിൽ പ്രതിജ്ഞയാണ്. ഞാൻ ആരുടെയും കുറ്റവും കുറവും പറയില്ല, ദോഷം പറയില്ല, കുരുട്ട് പറയില്ല. എൻ്റെ ശരീരത്തിന്റെ പ്രശ്നങ്ങളും പറഞ്ഞ് ഞാൻ മറ്റൊരാളെ വിഷമിപ്പിക്കില്ല. ചിലര് വായെടുത്ത അപ്പം തുടങ്ങും മുട്ടു മുതൽ അങ്ങോട്ട് തുടങ്ങാൻ. മനസ്സിലായില്ലേ? ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ പറയുക. അപ്പൊ നമ്മുടെ സങ്കടങ്ങൾ പറയാനല്ല, മറ്റൊരാളുടെ കുറ്റം പറയാനല്ല സംസാരിക്കേണ്ടത്. അല്പം ഒരു ദൈവീകമായ ചിന്ത മറ്റുള്ളവർക്ക്
ഉറക്കെ പറയൂ. പറയാൻ സാധിക്കും. അതിന് അനുഷ്ഠാനമുള്ളവരാവണം. എന്താവണം? തയ്യാറാണോ അതിന്? ഇന്നു മുതൽ തീരുമാനിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് പറ്റും? എന്തു പറ്റും? 4 നേരം കഴിച്ച് കടന്നുറങ്ങാൻ സ്വാമി. അനുഷ്ഠാനം പറ്റുമെന്നല്ല ഞാൻ ചോദിച്ചത്. അവനവന്റെ വിഷമങ്ങളും മറ്റൊരാളുടെ കുറ്റങ്ങളും ഞാൻ ഇന്നു മുതൽ പറയില്ല. എത്ര പേര് തീരുമാനിച്ചു? അപ്പൊ അതിനർത്ഥം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നല്ലേ? അപ്പൊ നിങ്ങളുടെ കയ്യിലിരിപ്പ് ചില്ലറയായിരുന്നു. അതൊന്നും തന്നെ ഉറപ്പല്ലേ? പണ്ട് വക്കീല് ചോദിച്ചു, വക്കീലല്ല, ജഡ്ജി ചോദിച്ചു തന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതിയോട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ തല്ലുന്നത് നിർത്തിയോ എന്ന്. അദ്ദേഹം പെരുമ്പാവൂരുകാരനായതുകൊണ്ട് ആ ചോദ്യം ശ്രദ്ധിച്ചു. ഭാര്യയെ തല്ലുന്നത് നിർത്തിയോ എന്ന് ചോദിച്ചപ്പോ, നിർത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുമ്പ് തല്ലിക്കൊണ്ടിരുന്നു എന്നല്ലേ അർത്ഥം? നിർത്തിയിട്ടില്ല പറഞ്ഞാൽ അപ്പൊ പിന്നെ അടി തുടരുന്നു എന്നുള്ളത്. എന്താ ഉത്തരം പറയാ? 2 ഉത്തരല്ലേ ഉള്ളൂ. ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അപ്പൊ എന്താ ഉത്തരം പറയാ? അത് വിട്ടോളൂ. ഏതായാലും അതേ ഒരു ഉത്തരം പറഞ്ഞു, അത് വിട്ടോളൂ. ഞാൻ ഇന്നലെ ഈ ഇന്ത്യൻ മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഇന്നലെ നടക്കുകയായിരുന്നു രാജസ്ഥാനിൽ. അപ്പൊ അതിന്റെ ഒരു ക്ലിപ്പ് ഞാനിങ്ങനെ കാണുമായിരുന്നു പ്രോഗ്രാമിന്റെ. കാരണം അതിലൊരു ഇന്റർവ്യൂ ഉണ്ട്. ദാറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് വണ്ടർഫുൾ. ആ ഒരു വളരെ ബ്രില്യന്റ് ആൻസർ ആയിരിക്കണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ. അതിൽ ആ ഫസ്റ്റ് വന്ന കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു. അതൊരു ബ്രില്യന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനാണോ, സ്ത്രീകളുടെ എഡ്യൂക്കേഷനാണോ, അല്ലെങ്കിൽ സ്ത്രീകളുടെ അനുഭവിക്കുന്ന ദാരിദ്ര്യം, സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇതേതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? സ്ത്രീകളെ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിലാണോ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനാണോ കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക? ഇതിലേതായിരിക്കും ആദ്യം നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ? ഏതിനാണ്? അതുകൊണ്ടാണ് നിങ്ങൾ സെലക്ട് ആവാത്തതും. ആ പെൺകുട്ടി പെട്ടെന്ന് അതിന് ഉത്തരം പറഞ്ഞത്, ഇത് രണ്ടും ഒരു നാണയത്തിന്റെ 2 വശമാണ് എന്ന് വെച്ചാൽ രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. ഒന്നിന് മേലെയല്ല. ആ ചോദ്യം ചോദിച്ച ആൾ തൊഴുതുപോയ പെൺകുട്ടിയെ. അപ്പൊ നമുക്കത് കൃത്യം ഉത്തരം പറയണമെങ്കിൽ ആ ഒരു ബ്രില്യൻസ് വേണ്ടേ? അപ്പൊ നമ്മളിപ്പോ എന്താ കണ്ട വിദ്യാഭ്യാസം എന്നാണ് അല്ലേ? അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ഏത്? ദാരിദ്ര്യം മാറ്റലും വിദ്യാഭ്യാസം. ആ ഒരു ഉത്തരം കേട്ടിട്ട് എല്ലാവരും ഷോക്കഡായി ഇങ്ങനെ അത്ഭുതപ്പെട്ടു. നമുക്ക് പോലും ആ പെൺകുട്ടിയോട് ഒരു റെസ്പെക്ട് വരും. മനസ്സിലായില്ലേ? അത് ആ ഒരു രംഗം ഞാൻ തന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു നിമിഷം നമ്മൾ പോലും ചിന്തിക്കാത്തൊരു ഏരിയയിലാണല്ലോ ഈ കുട്ടി ചിന്ത. എന്തൊരു ബ്ലസ്ഡ് ആണ് ആ കുട്ടി എന്നൊക്കെ. ഇതാണ് ലോകം. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കുറ്റങ്ങളും പറഞ്ഞിരുന്നാൽ മറ്റൊരാളെ നമ്മൾ ഉയർത്തുകയല്ല, മറ്റൊരാളെ പറയൂ താഴ്ത്തുകയാണ്. ഞാൻ ആരെയും താഴ്ത്താനല്ല വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ഉയർത്താനാണ്. എവിടെ ഒരു പ്രഭാഷണത്തിൽ ഇത് പറഞ്ഞപ്പം ഇതേ വീട്ടിൽ പോയിട്ട് ഭാര്യ എടുത്ത് ഉയർത്തിയിരിക്കണം. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്കെന്താ വട്ടുപിടിച്ചോ മനുഷ്യൻ? അല്ല, സ്വാമി പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഭാരം നിങ്ങൾ ചുമക്കണമെന്ന്. അപ്പൊ ഇയാളുടെ ഭാരം ആരാണ്? ഭാര്യയാണ്. ഒരാളെ പിടിച്ച് ഉയർത്തിയോണ്ട് അയാളുടെ ഭാരം തീരുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരാളെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ലത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അപ്പൊ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം, പ്രതിജ്ഞകൾ എടുക്കണം. അതിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ വെറുതെ കേട്ടിട്ട് എന്താ കാര്യം? അതായത്, ഇനി മേലാൽ ഞാൻ എന്റെ പ്രശ്നങ്ങൾ ആരോടും പറയില്ല എന്നല്ല. അപ്പൊ ഡോക്ടർ അടുത്ത് ചെന്നിട്ട് സ്വാമി പറഞ്ഞിരിക്കുന്നു ഒരു പ്രശ്നവും പറയരുത് എന്ന്. ഒരാൾ ഡോക്ടർ അടുത്ത് ചെന്നിട്ടേ, ഡോക്ടർ ചോദിച്ചു എന്താ പ്രശ്നം? എനിക്ക് ഒരുപാടുണ്ട് പറയാൻ, പക്ഷെ സ്വാമി പറഞ്ഞിരിക്കുന്നു സ്വന്തം പ്രശ്നങ്ങളൊന്നും. അപ്പൊ ഉടനെ ഡോക്ടർ പറഞ്ഞതാണ്, നിങ്ങൾ അടുത്ത ബിൽഡിങ്ങിൽ ഡോക്ടർ ഉണ്ട്, അവരെ കാണുമെന്ന്. പക്ഷെ അതാരാണ്? അത് വെറ്റിനറി ഡോക്ടറാണെന്ന്. കാരണം അദ്ദേഹത്തിന്റെ പേഷ്യന്റ് ഒന്നും പ്രശ്നം പറയാറില്ല എന്ന്. പക്ഷെ
ആടും കോഴിയും വല്ല പ്രസംഗങ്ങളും പറയൂ. അപ്പം നമ്മൾ പറയേണ്ടടുത്ത് പറയണം. വീട്ടുകാരോടും നാട്ടുകാരോടും നമ്മുടെ ഹാർമോണിയം നിരത്തി പാടേണ്ട യാതൊരു കാര്യമില്ല. അതൊരു തീരുമാനം എടുക്കണം. ഞാൻ മറ്റുള്ളവരുടെ കുറ്റവും എന്റെ വിഷമവും ആരോടും പങ്കുവെക്കും. തീരുമാനം എടുത്തോ നിങ്ങൾ? പലർക്കും ഇപ്പോഴും ഏറ്റിട്ടില്ല. ഞാൻ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വിഷമങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും ആരോടും. എന്താ നിങ്ങൾ സൈലന്റിലായി പോയത്? നിങ്ങളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചിട്ടേ ഞാൻ അടുത്തത് പറയുള്ളൂ എന്ന്. അപ്പൊ ഇത് തീരുമാനം എടുക്കണം. എന്താ തീരുമാനിക്കേണ്ടത്? എന്താ തീരുമാനം എടുക്കേണ്ടത്? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്താ തീരുമാനം എടുക്കേണ്ടത്? ഞാൻ എൻ്റെ വിഷമങ്ങളും കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരുടെ കുറ്റങ്ങളൊന്നും ആരോടും. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ മക്കൾക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഫോൺ എടുത്താൽ തന്നെ പറയും തുടങ്ങിയും കേട്ടുന്ന്. ചിലവരെ കാണുമ്പോൾ നമ്മൾ പറയാറില്ല ഇപ്പൊ തുടങ്ങും ആള് എന്നുള്ളത്. ഇല്ലേ, അങ്ങനെ പറയാറില്ലേ? ആ തരം സ്വഭാവം നമ്മളെ അകറ്റി നിർത്തും. എന്താക്കും? അതുകൊണ്ടാണ് വെറുത്തിട്ടാണ് ചില അച്ഛനമ്മമാരെ മക്കൾ പുറത്താക്കുന്നത്. ആണോ അല്ലയോ? ഇതിങ്ങനെ എപ്പോഴും കുറ്റം പറഞ്ഞ് പ്രാഗി ഇങ്ങനെ വെറുതെ കുറ്റം പറഞ്ഞാൽ വെറുപ്പ് പിടിക്കോ ഇല്ലയോ? എന്താ മിണ്ടാത്തത് നിങ്ങള്? പറയൂ. കുറെ ഡൈവേഴ്സിനൊക്കെ കാരണം ഇതാണ്. എന്നും കുറ്റം പറയുന്ന ഒരു ഭാര്യയായാലും ഭർത്താവായാലും ആർക്കെങ്കിലും ഏറ്റിക്കൊണ്ട് നടക്കാൻ പറ്റുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഇതുപോലെ പന്നിക്കും കൊടുക്കാൻ പറ്റും, പട്ടിക്കും കൊടുക്കാൻ പറ്റും ഭാര്യയോട് പറഞ്ഞാൽ, ഇന്നത്തെ ഭാര്യയാണെങ്കിൽ ചോദിക്കും കുറച്ചുകൂടി വിളമ്പിക്കോട്ടെ എന്ന്. കാരണം നിങ്ങൾ അതിന് യോഗ്യനാണ്. കുറെ കഴിഞ്ഞാൽ മനുഷ്യന് ബോറടിക്കോ ഇല്ലയോ? പിന്നെ എന്തിനാ നമ്മൾ വന്നത്? തപോ ദിവ്യം പുത്രക. എന്തിനാ വന്നത്? ഉറക്കെ പറയൂ. കുറച്ച് നിഷ്ഠകൾ കൊണ്ട് നടക്കണം, അനുഷ്ഠാനം കൊണ്ട് നടക്കണം. ഒരു 108 തവണയെങ്കിലും ഡെയിലി. അത് പറയുമ്പോ മിണ്ടില്ല, നിങ്ങൾ ചെയ്യാത്ത കാര്യല്ലേ? എന്ത് ചെയ്യണം? എത്ര പേര് ചെയ്യുന്നവരുണ്ട്? നമുക്ക് ഇപ്പോഴും അതൊന്നും ചെയ്യാത്തവരാണ് കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനെ നന്നാവാൻ പോണത് ദൈവം വന്ന് നന്നാക്കാൻ പോണ്ടോ? ദേവേന്ദ്രന്റെ അച്ഛൻ ആരാന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹം വിചാരിച്ച പോലും നിങ്ങളെ നേരെയാക്കാൻ സാധ്യമല്ല. ഇല്ലേ, അങ്ങനെ പറയും നമ്മള്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വിചാരിച്ചാലും നിങ്ങളെ നേരെയാക്കാൻ പറ്റില്ല. തമാശയായിട്ട് പറയും. അപ്പൊ അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് ഈ 2 വാക്ക് മറക്കരുത്. തപോദിവ്യം, അനുഷ്ഠാനത്തിനും മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുന്നതിനാണ്. ഈ വാക്ക് മറക്കരുത്. അനുഷ്ഠാനത്തിനും മറ്റുള്ളവരെ തട്ടി ഉണർത്തുന്നതിനും. എന്തിനാണ് ജീവിതം? അനുഷ്ഠാനം ചെയ്യണം. എന്തിനാ അനുഷ്ഠാനം? അവബോധം ഉണർത്തണം. അവബോധത്തിൽ നിന്നും പൂർണ്ണതയിലേക്ക് എത്തണം. അതൊക്കെ എങ്ങനെ എത്തുള്ളൂ? തപോദിവ്യം, അനുഷ്ഠാനത്തിലൂടെ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെ അതിലേക്ക് എത്താം? മഹൽ സേവാം ദ്വാരമാഹുർവിമുക്തേ തമോദ്വാരം യോഷിതം സംഖിസംകം മഹാന്തസ്തേ സമചിത്താ പ്രചന്ദ വിമന്യവ സുഹൃത സാധവോയേ. എന്താ പറയണത്? കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടികളെ, മഹത്സേവ എന്ന് പറഞ്ഞാൽ നല്ലത് ചിന്തിക്കുന്നവരുടെ കൂടെ ബന്ധങ്ങൾ ഉണ്ടാക്കുക. നല്ലത് ചിന്തിക്കുന്നവരുടെ കൂടെ അവർക്ക് പറയൂ ബന്ധങ്ങൾ ഉണ്ടാക്കുക. വളരെ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇത്രയും ഇവിടെ ഇരിക്കുന്നവര് സുഹൃതികളാണ്. നിങ്ങളെ ഒന്നുകൂടി സുഹൃതിയാക്കാൻ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അനുഷ്ഠാനം ചെയ്യണം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിനെ ക്രമേണ അനുഷ്ഠാനത്തിലേക്ക് പറയൂ കൊണ്ടുപോവാൻ സാധിക്കണം. അങ്ങനെയുള്ള ബന്ധങ്ങളുടെ പേരാണ് മഹത്സേവ. മഹത്തായ കാര്യത്തിലേക്ക് ചേർക്കാൻ, നയിക്കാൻ. മനസ്സിലായില്ലേ? അതിന് പ്രേരണയും പ്രചോദനവും കൊടുക്കുന്ന കൂട്ടുകെട്ടിനെയാണ് എന്തു പറയാ?
പറയൂ. മഹത് സേവ. അതിനു പകരം വേണ്ടാത്ത സേവയുണ്ട്, മദ്യസേവയുണ്ട്. അതിലും വേറൊരു സേവയുണ്ട്. അതേത് സേവയാണ്? ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മഹത് സേവയാണോ? നല്ലത് പറയാനാണോ അവർക്ക് സമയം കിട്ടുക? പറയൂ. വെറും ലൗകികമായ കാര്യങ്ങൾ അത് മാത്രം ഡിസ്കസ് ചെയ്ത് ആണോ അല്ലയോ? അത് കുറെ കഴിഞ്ഞ മടുപ്പ് വരും. അതുകൊണ്ടാണ് തമ്മിൽ തെറ്റി പിരിയുന്നത്. ഇപ്പൊ നമുക്ക് മഹത് സേവയില്ല. നമുക്ക് എന്തേ ഉള്ളൂ? വെറുതെ അവനവന്റെ മഹത്വം പറയുന്ന സേവയാണ്, വീമ്പ് പറയുന്ന സേവയാണ്, പൊങ്ങച്ചത്തിന്റെ സേവയാണ്. നിങ്ങൾ നോക്കൂ, ആളുകളോട് സംസാരിച്ചു നോക്കൂ. ഞാൻ അത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാൻ അത് ചെയ്തു. ഇപ്പൊ നിങ്ങളോട് തന്നെ സംസാരിച്ചാൽ കാണാം. മകൻ അവിടെ ഇരിക്കണോ, മകൾ ഇവിടെ ഇരിക്കണോ, നിങ്ങളോ കുഴിയിലിരിക്കണോ? എന്നിട്ടാണ് മകൻ അവിടെ ഇരിക്കണോ, മകൾ ഇവിടെ ഇരിക്കണോ പറയണത്. മനസ്സിലായില്ലേ? അത് മഹത് സേവയല്ല, അത് മഹത്വം, പൊങ്ങച്ചം പറയുന്ന സേവയാണ്. അതല്ലേ പൊതുവെ കാണാം. ആണോ അല്ലയോ? എന്നാൽ നല്ലതിലേക്കുള്ള ഒരു പ്രേരണയും പ്രചോദനവും. നിങ്ങളൊക്കെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ, ഈ ഒരു അനുഷ്ഠാന സംസ്കാരം അവരിൽ കൊണ്ടുവന്നാൽ, അവരമ്പലത്തിൽ പോവും, ജപിക്കും. ഒരുമിച്ചുള്ളൊരു ജപം ചെയ്യുന്ന ഒരു സംസ്കാരമുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനും പലതും പൊരുത്തപ്പെടാനും പലതര കാര്യത്തിലും തിരിച്ചറിവോടെ പ്രവർത്തിക്കാനും ഒക്കെ ഒരു കഴിവുണ്ടാവും. മനസ്സിലായില്ലേ? കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടാവും. അങ്ങനെയുള്ളിടത്ത് ഒരു കുടുംബ ബന്ധം തകർന്ന് പോവില്ല. ഇന്ന് നമുക്ക് ആത്മീയത ആവശ്യമാണ്. നാമം ജപിപ്പിക്കണം കുട്ടികളെ കൊണ്ട്. മനസ്സിലായില്ലേ? 108 തവണ ഒരു ദിവസം ജപിച്ചാൽ പോരാ, ഡെയിലി. കാരണം ഒരു ദിവസം ജപിച്ചാൽ നാമം ജപിലുണ്ടാവില്ല. ഈ നാമജപം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലത്. നാമജപം എന്ന് പറയുന്നത് ഭക്തിയിലും ചൊല്ലാം, വെറുതെ ചടങ്ങായും ചൊല്ലാം. ഇപ്പം നമ്മളൊക്കെ ചൊല്ലുന്നത് ഭക്തിയിലല്ല. എന്താ ഭക്തി എന്നുള്ള വാക്കിനർത്ഥം? നിങ്ങൾ മറക്കുന്നു ഞാൻ പറയുന്നതൊക്കെ. ആ നാമത്തിലുള്ള ആസക്തിയാണ് ഭക്തി. എന്താണ്? അത്ര ഒരു ആസക്തി വരണം, അത്ര ഒരു ലയം വരണം, അത്ര ഒരു പ്രിയം വരണം. അപ്പോഴേ എന്താ ഉള്ളൂ? അപ്പൊ തുടക്കത്തിലൊക്കെ നാമത്തിലൊരു രുചി, നാമത്തിൽ ലയം, നാമത്തിലൊരു ആസക്തി വരുമോ? പറയൂ. വരും. മനസ്സ് എവിടേക്കോ പോകുന്നു. മനസ്സും നാമവും തമ്മിൽ യാതൊരു ബന്ധുവില്ല. അതെങ്ങനെ ആസക്തിയാവുക? മനസ്സിന് വേറെന്തിനോടാണ് ആസക്തി? അപ്പൊ തുടക്കത്തിൽ അതൊരു ചടങ്ങാണ്. പക്ഷെ നിരന്തരം ജപിച്ച് അതങ്ങനെ ഒരു ആസക്തിയായി മാറും. അതിനാണ് ഒരു നിരന്തരമായ അനുഷ്ഠാനം വേണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കാലേന ആത്മനിവിന്ദതി. ഗീതയിൽ കൃഷ്ണൻ 8-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിൽ പറയും, സർവേഷു കാലേഷു മാമനുസ്മര. സർവേഷു എന്ന് വെച്ചാൽ എല്ലാ കാലത്തും. ഒരു ദിവസം പോരാ, ശനിയാഴ്ച മാത്രം പോരാ. ശനിയാഴ്ചയാണ് അയ്യപ്പന്റെ ദിവസം എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയി അന്ന് തൊഴുതു പോയതുകൊണ്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കലും എന്നുള്ള വീക്കെൻഡ് സ്പിരിച്വാലിറ്റി അല്ലത്. ഡെയിലി. സർവേഷു കാലേഷു മാം അനുസ്മര. പറയൂന്ന്. സർവേഷു കാലേഷു മാം അനുസ്മര. അവർക്ക് പറയൂ. മാമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാലിലും ഷൂട്ട് കൊണ്ട് വേണം ജപിക്കാൻ എന്നാണോ? അല്ല. അർത്ഥം എന്താണ്? എല്ലാ ദിവസവും മുടങ്ങാതെ അനുഷ്ഠാനം കൊണ്ടു നടന്നാൽ അത് ക്രമേണ ആസക്തിയായി മാറും. അപ്പോഴാണ് നമ്മളൊരു ഭക്തരായി മാറുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ വന്നാൽ, ശരിക്കും ശ്രദ്ധിക്കുക, ഭക്തി ഉള്ളിടത്ത് ശക്തിയുണ്ട്. ഭക്തി ഉള്ളിടത്ത് മനസ്സിനെന്തുണ്ട്? ശക്തി. മനസ്സിന് ശക്തിയില്ലെങ്കിൽ മനസ്സിലാക്കണം, എന്ത് വന്നിട്ടില്ല? അമ്പലത്തിൽ പോകുന്നുണ്ട്, ഭക്തി വന്നിട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് മനോബലം വേണോ?
വേണോ? വേണം. കാരണം ഇന്ന് തമ്മിൽ തെറ്റാൻ വലിയ സമയം വേണ്ട. ഇന്ന് നോക്കൂ, നിങ്ങള് ആണും പെണ്ണും ഒരുപോലെ ജോലി ചെയ്യുന്നവരാണ് അല്ലേ? വ്യത്യാസമൊന്നുമില്ല. ജോലി ചെയ്ത് വീട്ടിൽ വന്ന് തളർന്നിരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് അന്ന് ജോലിക്ക് പോവാതെ ഭർത്താവ് ഇരുന്ന് വീട്ടിലിരുന്ന് ഇങ്ങനെ മൊബൈലും തോണ്ടിയിരിക്കുകയാണ്. അപ്പൊ വരുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കാൻ ആ സമയത്ത് സാധിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഒരു ബഹുമാനം കൂടുമോ? അതിന് പകരം ഭർത്താവ് അവിടെ ഇരുന്നിട്ട് പറയാണ്, നീ വേഗം ഒരു ചായ ഉണ്ടാക്ക എനിക്ക് എന്ന് പറയുമ്പം ആ സമയത്ത് ഇദ്ദേഹത്തിനെ എങ്ങോട്ട് പറഞ്ഞേക്കാനാ തോന്നുക? എനിക്കതിന്റെ ഭാഷ അറിയില്ല. അതാണ് ബന്ധങ്ങള് കൂടുതൽ അടുക്കുകയാണോ അകലെയാണോ ചെയ്യുക? അവർക്ക് പറയൂ. അപ്പം ഇതെന്താ അങ്ങനെ തോന്നൽ വരാത്തത്? എന്താ ഒരു തോന്നൽ വരാത്തത്? ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം കാണുമ്പോൾ ഒരു നല്ല രീതിയിൽ പറഞ്ഞ് നോക്കൂ, ഞാനിന്ന് ഭയങ്കര തലവേദനയാണ്, ഒത്തിരി ചായ ഉണ്ടാക്കി തരും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റൊരാളെ അങ്ങനെ ഇങ്ങോട്ട് ആക്കിയെടുക്കാനുള്ള ഒരു കഴിവുള്ളവരില്ലേ? പൊട്ടിത്തെറിക്കാനും പറ്റും, അതൊരു മയത്തിൽ പറയാനും. ആ മയത്തിൽ പറയണമെങ്കിൽ ആ പൊട്ടിത്തെറിക്കാനുള്ള ഒരു പ്രവണതയെ, ആ പൊട്ടിത്തെറിച്ച് സംസാരിക്കാനുള്ള പ്രവണതയെ പിടിച്ചു നിർത്താനും അത് മയപ്പെടുത്തി പറയാനും ഒരു കഴിവ് ഇന്നത്തെ കുട്ടികളിൽ അത് വളരെ കുറവാണ്. എന്താ കാരണം? മനോബലം ഇല്ല. എന്തില്ല? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആ മനോബലം നമ്മൾ നേടിക്കൊടുത്തില്ല. അമ്പലത്തിൽ പോയി തൊഴുതുപോയി എന്നല്ലാതെ ഭക്തിയില്ല, നാമത്തിൽ ആസക്തിയില്ല. നാമത്തിൽ ആസക്തി ഉണ്ടെങ്കിലേ ഭക്തിയുള്ളൂ. ഭക്തി ഉണ്ടെങ്കിലേ മനസ്സിന് ശക്തിയുള്ളൂ. ശക്തിയുള്ളവർക്കേ തൻ്റെ പൊട്ടിത്തെറിക്കുന്ന വളരെ അസ്വസ്ഥമാക്കുന്ന വികാരങ്ങളെ അവിടെ പിടിച്ചു നിർത്തി അതിനെ മയപ്പെടുത്തി, ഇതിന് ഇംഗ്ലീഷിൽ സബ്ലിമേഷൻ എന്ന് പറയും. സബ്ലിമേറ്റ് ചെയ്യുക, സപ്രസ് ചെയ്യല്ല, സപ്രസ് ചെയ്ത് പിടിച്ചു നിർത്തല്ല. എന്നാൽ ഈ സപ്രസ്ഡ് ആയിട്ടുള്ള എനർജിയെ വേറൊരു എനർജിയായിട്ട്, വേറെ തോട്ടായിട്ട് പറയാനുള്ള ഒരു മോഡിഫൈ ചെയ്യാനുള്ള കഴിവിന് സബ്ലിമേഷൻ എന്ന് പറയും. ഒരു സബ്ലിമേറ്റ് ചെയ്യാനുള്ള കഴിവ്. ഇത് നമ്മുടെ കുട്ടികളിൽ ഇന്ന് വളരെ, അവർക്ക് പറയൂ, കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളും അനുഷ്ഠാനം ചെയ്യണം. കുട്ടികളെ കൊണ്ടും അവർക്ക് പറയൂ ചെയ്യിപ്പിക്കണം. അത് ചെയ്യിക്കുന്നത് എന്തിനാണ്? അവരിൽ ഭക്തി രൂപപ്പെടാൻ. ഭക്തി രൂപപ്പെടാൻ എന്നാ പറ്റുകയെന്നറിയില്ല, പക്ഷെ അവര് നിരന്തരം ചെയ്താൽ ഈ അനുഷ്ഠാനം എന്തായി മാറും? ഭക്തിയായി മാറും. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞത് ശ്ലോകരൂപത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു 2 കാര്യം. നമ്മുടെ വിഷമങ്ങളും പറയരുത്, മറ്റുള്ളവരുടെ കുറ്റവും പറയും. പരാഭവത്താവതവബോധജാതോ യാവന്ന ജിജ്ഞാസദാത്മതത്വം യാവൽക്രിയാതാവതിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധ. എന്താ പറയുന്നത്? കുട്ടികളെ, അവനവന്റെ ജീവിതത്തിലെ പരിഭവങ്ങളൊന്നും പരാഭവത്താവത് അവബോധജാതോ. കുട്ടികളെ അവനവന്റെ പരിഭവങ്ങളും വിഷമങ്ങളൊന്നും മറ്റുള്ളവരോട് പറഞ്ഞ് സമയം കളയരുത്. അതൊക്കെ ദുർബലന്മാരുടെ ജീവിതമാണ്. അതൊക്കെ വീക്ക് മൈൻഡ് ആയിട്ടുള്ളവരുടെ ജീവിതമാണ്. നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയാനോ മറ്റുള്ളവരുടെ കുറ്റം പറയാനോ അല്ല ഈ ഭൂമിയിൽ. പറയൂ, അങ്ങനെയൊക്കെ സുഖം കണ്ടെത്തുന്നവരുണ്ട്. എങ്ങനെ? തന്റെ വിഷമം മറ്റുള്ളവരോട് പറഞ്ഞ്, അത് ചിലർക്ക് കേൾക്കാനും വളരെ ഇഷ്ടം. എന്നിട്ട് എന്നും പറഞ്ഞ് കേൾക്കാൻ ഇങ്ങനെ ആവേശം കൊടുക്കും. ഇതിന്റെ പേരാണ് ചൊറി മാന്തി സുഖം എന്ന്. എന്താണ് ആ സുഖത്തിന്റെ പേര്? വെറുതെ ചൊറിയ, അത് സുഖം കണ്ടെത്തുക. ഈ കൊച്ചുകുട്ടികൾ പറയില്ലേ, കൊച്ചുകുട്ടികളെയൊക്കെ കൊതുക് അടിച്ചാൽ അമ്മയോട് എന്താ വന്ന് പറയാ? പുറത്തൊക്കെ കൊതുക് അടിച്ചാൽ കുട്ടികൾ എന്താ പറയാ? ഒന്ന് ചൊറിഞ്ഞു തരാൻ പറയും. ആ ചൊറിയുമ്പോ അവർക്കൊരു സുഖം കിട്ടും. ഇതുപോലെ അവനവന്റെ വിഷമങ്ങൾ പറയുന്നതിൽ ഒരു സുഖം കണ്ടെത്തുക. ഈ സുഖത്തിന്റെ പേരെന്താണ്? സുഖത്തിന്റെ പേരെന്താണ്?
ചൊറി മാന്തി സുഖം. എന്താ പറയാ അതിന്? ഇത് ഞാൻ പറഞ്ഞ പേരല്ല, ഇത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു വാക്കാണത്. വൈക്കം മുഹമ്മദ് ബഷീറാണ് ആ വാക്കുപയോഗിച്ചത്, ചൊറി മാന്തി സുഖം. അതായത് ഒരിക്കലും പത്രപ്രവർത്തകൻ ഈ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിച്ചു, അദ്ദേഹം വളരെ ക്ലാസിക് റൈറ്റർ അല്ലേ, അദ്ദേഹത്തോട് ചോദിച്ചു, പാത്തുമ്മയുടെ ആട് എന്നൊരു പുസ്തകം, അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചാണ് അങ്ങയുടെ ആ പുസ്തകം എഴുതാനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു. അല്ല, പ്രചോദനം മാത്രമല്ല, അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങക്ക് അതിലെ അവാർഡൊക്കെ കിട്ടി, അപ്പൊ അവാർഡൊക്കെ കിട്ടി, അങ്ങ് വളരെ ഒരു നല്ലൊരു പ്രതിഭയായതുകൊണ്ട് അങ്ങക്ക് അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റി, ഇപ്പോഴെന്താ അങ്ങയുടെ പ്രവൃത്തി എന്ന്. ഏതൊരു രചനയിലാണോ മുഴുകിയിരിക്കുന്നത് ചോദിക്കണം. ഇപ്പൊ ഞാൻ ചൊറിമാന്തി സുഖത്തിലാണെന്ന്. അപ്പൊ ചോദിച്ചു, അതെന്താണ്? വട്ടച്ചൊറി പിടിച്ചു ശരീരത്തിലെവിടെയോ. അപ്പൊ അതിങ്ങനെ ചൊറിയുമ്പോഴൊരു സുഖം. ആ പത്രപ്രവർത്തകൻ ഞെട്ടിപ്പോയി, എവിടെ പോയി, ആ എഴുത്തുകാരൻ എവിടെ പോയി, ചൊറിമാന്തി സുഖം എവിടെ പോയി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചൊറി ആർക്കും മാന്താൻ ഒരു ഇടം കൊടുക്കരുത്. പരാതി പറയാനോ വിഷമം പറയാനോ അല്ല നമ്മൾ. അവർക്ക് പറയൂ, പരാഭവത്താവതബോധജാതു യാവന്ന ജിജ്ഞാസദാത്മതത്വം യാവത്ക്രിയാ താവദിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധ. 12-ാം ശ്ലോകേ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുക്കുകയാണ്. അധ്യാത്മയോഗേന വിവിക്ത സേവയാ പ്രാണേന്ദ്രിയാത്മാ വിജയേന സൽദ്രിൽ തൽശ്രദ്ധയാ ബ്രഹ്മചര്യേണ സത്സം ശശ്വത് അസംപ്രമാദേന യമേന വാചം